ക്രൈസ്തവ സഭാവിശ്വാസികളെ കോൺഗ്രസ് നേതൃത്വം അവഗണിക്കുന്നുവെന്ന ആരോപണമുയർത്തി തീവ്ര ക്രൈസ്തവ സാമുദായിക സംഘടനകൾ. കോൺഗ്രസ് തഴഞ്ഞാലും ക്രൈസ്തവരെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് BJP സ്വീകരിക്കുന്നതെന്നും വിശകലനം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാനുള്ള ആസൂത്രിത നീക്കമെന്ന് വിലയിരുത്തൽ. തന്ത്രങ്ങൾ മെനഞ്ഞ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും രാജീവ് ചന്ദ്രശേഖറും. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ക്രൈസ്തവ സമൂഹത്തെ ബോധപൂർവം അവഗണിക്കുന്നുവെന്ന പ്രചരണവുമായി തീവ്ര ക്രൈസ്തവ സംഘടനകൾ രംഗത്ത്. സമീപകാലത്ത് BJP ചർച്ചയാക്കുകയും കാസയെ പോലെയുള്ള സാമുദായിക സംഘടനകൾ ആവർത്തിക്കുകയും ചെയ്ത വിഷയമാണ് ഇപ്പോൾ ചില ക്രൈസ്തവ സംഘടനകൾ വീണ്ടും വിവാദമാക്കിയിരിക്കുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും വൈകാതെ എത്തുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും സാമുദായിക പരിഗണന കിട്ടാനുള്ള നീക്കമാണ് ഈ വിധം വിവാദങ്ങൾക്ക് പുറകിലെന്നതാണ് യാഥാർത്ഥ്യം. ആദ്യകാലത്ത് കോൺഗ്രസിന്റെ നേതൃനിരയിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണെന്നതാണ് ഇവരുടെ വാദം. അതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോർ കമ്മിറ്റിയെയാണ്. ആകെ 2 ക്രൈസ്തവർ മാത്രമാണ് കോർ കമ്മിറ്റിയിൽ ഉള്ളത്, AK ആന്റണിയും സണ്ണി ജോസഫും മാത്രം. അതേസമയം BJP ആകട്ടെ കോർ കമ്മിറ്റിയിൽ 4 ക്രൈസ്തവർക്കാണ് പ്രാമുഖ്യം നൽകിയിരിക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യം മുതലേ പരിഗണിച്ചിരുന്നത് വൈസ് പ്രസിഡന്റ് കൂടിയായ അബിൻ വർക്കിയെയാണ്. എന്നാൽ സ്ഥാനനിർണയ സമയത്ത് അബിൻ വർക്കിയെ ആസൂത്രിതമായി തഴഞ്ഞു. അതിന് കാരണം അബിൻ ക്രൈസ്തവനായതിനാലാണെന്ന് ക്രൈസ്തവ സംഘടനാ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിൽ KPCC അധ്യക്ഷൻ ക്രൈസ്തവനായതിനാലാണ് അബിനെ തഴഞ്ഞതെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. പകരം ഹിന്ദുമതത്തിൽപ്പെട്ട OJ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കുകയും ചെയ്തു. വർക്കിംഗ് പ്രസിഡന്റും അതേ സമുദായ അംഗം തന്നെ. പിന്നീട് കോൺഗ്രസ് കോർ കമ്മിറ്റിയിലും ക്രൈസ്തവ വിശ്വാസികളോട് ഈ വിധത്തിൽ അവഗണനകൾ തുടർന്നുവെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ BJP ആകട്ടെ ക്രൈസ്തവ സമുദായാംഗങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകി ഒപ്പം ചേർത്ത് നിർത്തുകയാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറുമാണ് ഇത്തരം നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. കേരളത്തിലെ ജനസംഖ്യയിൽ 17% ക്രൈസ്തവരാണുള്ളതെങ്കിലും അർഹിക്കുന്ന പരിഗണന BJP നൽകുന്നുണ്ട്. ക്രൈസ്തവ യുവജന നേതാക്കളെ വളർത്തുന്നതിലും BJP നല്ല പരിഗണനയാണ് നൽകുന്നത്. BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് പുറമെ അനൂപ് ആന്റണി, അനിൽ K ആന്റണി, ഷോൺ ജോർജ് തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയതും വലിയ സ്വീകാര്യതയാണെന്നും ക്രൈസ്തവ സംഘടനാ നേതാക്കൾ പറയുന്നുമുണ്ട്. ഭാരതത്തിന്റെ സവിശേഷ സാഹചര്യത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളോട് അനുഭാവപൂർവമായ സമീപനം കൈക്കൊള്ളുന്നത് BJP സർക്കാർ മാത്രമാണെന്നാണ് കാസയെ പോലെയുള്ള ക്രൈസ്തവ സാമുദായിക സംഘടനകൾ നിരന്തരം ആവർത്തിക്കുന്നത്. ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഏറെ ആശങ്കയുണ്ടായിരുന്ന മണിപ്പൂരിലെ സംഘർഷം കേന്ദ്ര സർക്കാർ അവസാനിപ്പിച്ചതായും സഭകളുടെ ആശങ്കകൾ പരിഹരിക്കാൻ നടപടികൾ കൈക്കൊണ്ടതായും കാസ കൂട്ടിച്ചേർക്കുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ സീറോ മലബാർ സഭ അധികാരികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഈ വിധത്തിൽ ക്രൈസ്തവ സഭാ നേതൃത്വം നേരിടുന്ന വിഷമതകളെല്ലാം ആരോഗ്യകരമായി പരിഹരിച്ചു വരികയാണെന്നും കാസ പറയുന്നു. BJP നേതൃത്വത്തെ പുകഴ്ത്തിക്കൊണ്ട് കാസയടക്കമുള്ള ക്രൈസ്തവ സാമുദായിക സംഘടനകൾ ഇപ്പോൾ രംഗത്ത് വന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയാണുള്ളത്. പരമ്പരാഗതമായി കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിക്കുന്ന ക്രൈസ്തവ വോട്ടുകൾ തടയുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും കരുത്തു കാട്ടാനൊരുങ്ങുന്ന BJPയെ സഹായിക്കുക എന്ന രാഷ്ട്രീയ നീക്കം തന്നെയാണ് ക്രൈസ്തവ സാമുദായിക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നത് വ്യക്തം. ഇതിനുവേണ്ടിയാണ് അവർ കോൺഗ്രസ് നേതൃത്വത്തെ വഴിവിട്ട് കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുതന്നെയായാലും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ മേഖലയിലെ പരമ്പരാഗത കോൺഗ്രസ് വോട്ട് ബാങ്കുകളിൽ ഇടിവുകൾ സംഭവിക്കുമോ? ആവിധം വിധിയെഴുത്തുകൾ BJPക്ക് അനുകൂലമായി മാറുമോ എന്ന് കാത്തിരുന്നു കാണുക തന്നെ വേണം.